ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയേ നമഃ. ആലുവ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ആലുവ ടൗണിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലുവ ടൗണിൽ നിന്ന് റോഡ് മാർഗം വരുമ്പോൾ ആദ്യം മാർത്താണ്ഡവർമ്മ പാലം, അത് കഴിഞ്ഞ് മംഗലപ്പുഴ പാലം, ആ പാലത്തിന് ശേഷം വരുന്ന ദേശം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഏതാണ്ട് 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാവുന്നതാണ്. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടമാണിത്. അവിടെ ക്ഷേത്രത്തിലേക്ക് വേണ്ട വെറ്റിലമാല, വെണ്ണ എന്നീ നിവേദ്യങ്ങളെല്ലാം അവിടെ തന്നെ കിട്ടുന്നതാണ്. മാല, അതിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്ത് ഒരു അന്നദാന മണ്ഡപം കൂടിയുണ്ട്. അന്നദാന മണ്ഡപവും അതിന് ഓപ്പോസിറ്റ് കാണുന്നതാണ് ഒരു ധന്വന്തരി മന്ദിരമുണ്ട്. അവിടെ നിലവിൽ ആയുർവേദ ഡോക്ടേഴ്സുണ്ട്, ഹോമിയോ ഡോക്ടേഴ്സുണ്ട്. അല്ലാത്തവരെ നമ്മളവിടെ അടിയിൽ ഫോൺ നമ്പറുണ്ട്, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഏതാ ദിവസം അവൈലബിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് സൗജന്യമായിട്ട് ഡോക്ടറെ കാണാവുന്നതാണ്. അങ്ങനൊരു സൗകര്യവും കൂടി അവിടെയുണ്ട്. ക്ഷേത്രത്തിലെ വേറൊരു പ്രത്യേകത, ഹനുമാൻ സ്വാമിയുടെ വലിയൊരു രൂപം പുറത്ത് വേറെ പ്രതിഷ്ഠയായിട്ട് വച്ചിട്ടുണ്ട്. അതും സാധാരണ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിനകത്തൊരു പ്രതിഷ്ഠ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇവിടെ 2 പ്രതിഷ്ഠയുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജയപതാക അതിൻ്റെ അടിയിലൊരു മന്ത്രം പോലെയുണ്ട്. അതായത് ശ്രീ വിജയാഞ്ജനേയ സ്വാമിയെ നമഃ. അതിൻ്റെ നമ്മൾ ഒരു ദൂരയാത്രയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു ഇതിന് നമ്മൾ ആ പതാക അവിടെ നിന്ന് മേടിച്ച് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് ഈ ഭഗവാന്റെ മുമ്പിൽ കുത്തി ആ മന്ത്രം ചൊല്ലും. അതാണ് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത. ഇതാണ് അന്നദാന മണ്ഡപം. അവിടെ രാവിലെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. 8 മണിക്ക് തുടങ്ങും, ഒരു 11 മണി വരെ. ഒരുപാട് പേര് അന്നദാനം അവിടെ വന്ന് കഴിക്കാറുണ്ട്. ഭക്ഷണം രാവിലെ ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവരാണ്. ഒരുപാട് പേര് അന്നദാനം, അവിടെ കഞ്ഞി ഉണ്ടാവും, പയർ, അച്ചാർ, അവിടെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വെച്ചിട്ടുണ്ടാവും, സ്പൂണും ഒക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിക്കുക, അത് കഴിഞ്ഞ് പാത്രം അവിടെ കഴുകി വയ്ക്കുക. എല്ലാ ദിവസവും ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഭഗവാന്റെ ഒരു പ്രസാദമാണ്. കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് അവിടെ എന്നും ഉണ്ടായിരുന്നതാണ്. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമായി. ഇപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനം അവിടെയുണ്ട്. ശരിക്ക് ഒരു ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ മൈസൂരുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന സ്വാമികളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂരാണ് ആ സ്വാമികളുടെ ആശ്രമവും ഇതുമൊക്കെ. ക്ഷേത്രത്തിൻ്റെ ടൈമിംഗാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്. ദത്താത്രേയ ഭഗവാനാണ് മെയിൻ ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്നത്. ഉപദേവന്മാരായിട്ട് ഗണപതിയുണ്ട്, അപ്പുറത്ത് നാഗങ്ങളുണ്ട്, ഇപ്പുറത്ത് കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമികളുണ്ട്. അതേപോലെ ക്ഷേത്രത്തിലെ വേറൊരു പ്രധാന നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാം. ഭക്തർ ഒരുപാട് വ്യാഴാഴ്ച, അതുപോലെ ശനി, ഞായർ, ഈ 3 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. പിന്നെ വിശേഷ ദിവസങ്ങളിൽ തിരക്കുണ്ടാവും. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ശനി, ഞായർ ദിവസങ്ങൾ. വ്യാഴാഴ്ചയും വളരെ വിശേഷമാണ് ഭഗവാൻ. ഇതാണ് പൂജയുടെ ടൈമിങ്. 5 മണിക്ക് തുറക്കും, 11 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് തുറക്കും, 8 മണിക്ക് അടയ്ക്കും. ഇതേപോലെ തന്നെ അവിടെ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ കാണാത്ത പോലത്തെ ഒരു ചെറിയൊരു ചായ കൗണ്ടറും ഒരു ടീ കോഫി ഷോപ്പുണ്ട്. അവിടെ ചായ കുടിക്കാം, ചെറിയ സ്നാക്സ്. കാരണം ദൂരെ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ ദൂരെ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് തൊട്ടടുത്ത് ഹോട്ടലുകളൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു ചായ കുടിക്കാനോ അങ്ങനൊരു സംവിധാനവും കൂടി ക്ഷേത്രത്തിലുണ്ട്. 2 വീലർ പാർക്ക് ചെയ്യുന്ന ഏരിയയാണത്. കാറുകൾ പാർക്ക് ചെയ്യാം. നല്ലൊരു അന്തരീക്ഷമാണ്. എപ്പോഴും വൈകിട്ടൊക്കെ, മിക്ക ദിവസങ്ങളിലും തന്നെ വൈകിട്ടൊക്കെ നല്ല തിരക്കായിരിക്കും. ഒരുപാട് ആളുകൾ വന്ന് തൊഴുകും. അവിടെയൊക്കെ മരത്തിൻ്റെ ചുറ്റുമൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം നാമമൊക്കെ ചൊല്ലി ഒരു പ്രത്യേക ഒരു വൈബിലുള്ളൊരു ക്ഷേത്രം കൂടിയാണ്.
അതും സിറ്റിക്കുള്ളിൽ അല്ലെങ്കിൽ ടൗണിനോട് ചേർന്ന് ഇതുപോലൊരു ക്ഷേത്രം വളരെ അപൂർവമായിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ക്ഷേത്രത്തിൻ്റെ വേറൊരു കൺസ്ട്രക്ഷനാണ്. വളരെ ഉയരത്തിൽ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതുപോലെ മുകൾ ഭാഗം ഓപ്പണുമാണ്. അതുകൊണ്ട് ഭയങ്കര കാറ്റ് ഇതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും, ചൂട് ഒരിട്ടും ഉണ്ടാവില്ല. അതേപോലെ ഫ്രണ്ടിലൊരു ഫൗണ്ടൻ പോലെ കുട്ടികൾക്ക് കാണാനൊക്കെ രസം, വൈകിട്ട് ഫൗണ്ടൻ ഉണ്ടാവും, ലൈറ്റിങ്സ്, ചൂടൊട്ടും നിലനിൽക്കില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ അങ്ങനെയാണ്. ആ നേരെ കാണുന്ന ശ്രീകോവിലിൽ അവിടെയാണ് ദത്താത്രേയ പ്രതിഷ്ഠ. ദത്താത്രേയ പ്രതിഷ്ഠ തന്നെ 3 ഭഗവാന്മാർ ചേർന്നാണ്, ത്രിമൂർത്തികൾ ചേർന്നതാണ് ദത്താത്രേയ പ്രതിഷ്ഠ. അതും കേരളത്തിൽ ഏതാണ്ട് 3-4 ക്ഷേത്രങ്ങളേ ഉള്ളൂ ദത്താത്രേയ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ അതിൽ ഭഗവാന്റെ 3 തലകളുണ്ട്. ഭഗവാന്റെ കൂടെ വാഹനമായിട്ട് അങ്ങനെ 3 ത്രിമൂർത്തികൾ 3 കൂടി ചേർന്നാണ് ദത്താത്രേയ ഭഗവാൻ. ആ അവതാരമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ദത്താത്രേയ ക്ഷേത്രം ഏതാണ്ട് നിലവിൽ വന്നിട്ട് 29 വർഷത്തോളമായി അവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ വന്നിട്ട്. ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തോളമായി. അതിനുശേഷം പുതിയ ഒരു ക്ഷേത്രവും കൂടി അവിടെ വന്നു, പാതാള ആഞ്ജനേയ ഭഗവാനും കൂടി വന്നു. അത് കേരളത്തിൽ അങ്ങനൊരു ക്ഷേത്രമില്ല. പാതാള ആഞ്ജനേയൻ്റെ ഒരു ക്ഷേത്രം, ഭഗവാന്റെ ക്ഷേത്രം കേരളത്തിലെങ്ങും ഇല്ല, ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു പ്രത്യേകത കൂടി, ഭൂമിക്കടിയിൽ 22 അടിയോളം താഴെ ഭൂമി കുഴിച്ച് ഭൂമിക്കടിയിൽ, അതായത് പാതാളത്ത് തന്നെയാണ് ആ ഭഗവാന്റെ പ്രതിഷ്ഠ വച്ചേക്കുന്നത്. അതും ഒരു വലിയ പ്രത്യേകതയാണ്. ഈ ഭഗവാന്റെ സൈഡിൽ കാണുന്ന ആ വഴി നേരെ പോയാൽ ഓഡിറ്റോറിയമാണ്. അവിടെ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് ഭജന ഉണ്ടായിരിക്കും. ആൾക്കാർക്ക് വരാൻ, പങ്കെടുക്കാം, തൊഴാം, ഭജനകൾ പാടാം. അവിടെ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം കൂടിയാണത്. പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രമാണ്. 5 മുഖമാണ് ഭഗവാന്റെ. ആദ്യത്തെ മുഖം വാനരമുഖം, ശ്രീ നരസിംഹസ്വാമി, ഗരുഡ ഭഗവാൻ, വരാഹമൂർത്തി, മുകളിൽ അശ്വരൂപം, കുതിരയുടെ മുഖത്തോടുകൂടിയിരിക്കുന്ന ഭഗവാന്റെ രൂപം. അങ്ങനെ 5 ഭാവത്തിലാണ് ഇരിക്കുന്നത് ഭഗവാൻ. അതേപോലെ ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നാളികേര വഴിപാടാണ്. 41 ദിവസം നമ്മൾ നാളികേരം ഭഗവാന്റെ ചുറ്റുമുള്ള ഇതിൽ നമ്മൾ കെട്ടിയിട്ട് വഴിപാട് ചെയ്ത് പോവുകയാണ്. 41 ദിവസവും നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം. അതേപോലെ നമ്മൾ ആ നാളികേരം കൗണ്ടറിൽ നിന്ന് മേടിച്ച് 3 പ്രദക്ഷിണം ചെയ്ത് വഴിപാട് മേടിച്ച് വീണ്ടും ബാക്കിയുള്ള 38 പ്രദക്ഷിണം കൂടി, അങ്ങനെ 41 പ്രദക്ഷിണം. എപ്പോൾ ക്ഷേത്രത്തിൽ വന്നാലും നമ്മൾ 9ൻ്റെ ഗുണിതങ്ങളാണ് അവിടെ പ്രദക്ഷിണമായിട്ട് നടത്തുന്നത്. വളരെ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രവും കൂടിയാണ്. ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി എന്നാണ് ഭഗവാന്റെ മന്ത്രം തന്നെ. ഇവിടെ എത്താൻ പറ്റുന്നവരെത്തുക. വലിയൊരു ക്ഷേത്രമാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇത് കാണുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയെ നമഃ. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു.